പെരുന്നാൾ ഇങ്ങെത്തി. ആഘോഷങ്ങൾക്ക് വർണ്ണപ്പകിട്ടേക്കാൻ ചേലക്കരയുടെ സ്വന്തം നിറഫാബും ഒരുങ്ങിക്കഴിഞ്ഞു. ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അതും ആകർഷകമായ ഓഫറുകളോടെ. ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു. നിറഫാബ്, മേപ്പാടം, ചേലക്കര. കിള്ളിമംഗലത്ത് ആരംഭിക്കാനിരിക്കുന്ന ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകണമെന്ന ഉത്തരവിൽ പ്രതിഷേധിച്ച് BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കിള്ളിമംഗലം 7-ാം വാർഡിൽ പ്രവർത്തിച്ചിരുന്ന സലീം എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാറി പ്രദേശവാസികളുടെ നിരന്തരമായ പരാതികളെ തുടർന്ന് പ്രവർത്തനരഹിതമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ക്വാറി ഉടമ ക്വാറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് 2 മാസത്തിനകം ക്വാറി പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ലഭിക്കുകയായിരുന്നു. ഈ ഉത്തരവിൽ BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. 2014-15 കാലഘട്ടത്തിൽ ജനരോക്ഷം കൊണ്ട് കോടതിയുടെ അനുമതിയോടുകൂടെ നിർത്തലാക്കിയ കിള്ളിമംഗലം 7-ാം വാർഡിലെ ക്വാറി വീണ്ടും പ്രവർത്തിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ ഞെട്ടലോടുകൂടെയാണ് അത് കേട്ടത്. കേവലം 2-3 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പം തന്നെ 6ഓളം ക്വാറികൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഈ 7-ാം വാർഡ്. അതിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന 2-3 ക്വാറികളെ ഉള്ളെങ്കിൽ പോലും ഇത്രയും നമുക്കറിയാം, നമ്മൾ ഈ ക്യാമറ ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ അറിയാൻ പറ്റും, ഇത്രയും ജനവാസ മേഖലയായ ഈ പ്രദേശത്ത് ഇതുപോലെ ഉള്ള ഒരു ക്വാറി ഇനി പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചാലുള്ള അവസ്ഥ. കാരണം വീടുകൾ കൂടുതൽ വരുന്നു, മറ്റു പല ജനങ്ങൾക്ക് സ്വത്തിനും ജീവനും ഭീഷണിയാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുക. അപ്പം അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വത്തിനും ഭീഷണിക്കും എതിരെ പ്രവർത്തിക്കുന്ന ഏതൊരു മേഖലയിലുള്ള പ്രവർത്തിക്കാൻ പോകുന്ന ആളുകൾക്കും ഞങ്ങൾ എതിരായിരിക്കും. ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഞങ്ങൾ സംരക്ഷണം നൽകും. അതിനുവേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു പ്രസ്താവന കാണാൻ ഇടയായി. അതായത് നിയമോപദേശം തേടും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നിയമോപദേശം തേടിക്കഴിഞ്ഞ് അതിൻ്റെ പരിഹാരങ്ങളിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അവർ നിയമോപദേശം തേടിയോ അല്ലെങ്കിൽ അതിന് എന്താണ് എന്നുള്ളതും കൂടെ ജനങ്ങളോട് വ്യക്തമാക്കണം. കൂടാതെ ഈ പ്രദേശത്തെ ജനപ്രതിനിധി ഇതുവരെ പ്രതികരിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടെ അത് ജനങ്ങളെ അറിയിക്കണം. ഒരു കാര്യം കൂടെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഞങ്ങൾ സംരക്ഷണം നൽകും. അതിനനുസരിച്ച നടപടികൾ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം. ക്വാറി പുനരാരംഭിക്കുകയാണെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ വീടുകൾക്ക് നാശം സംഭവിക്കുമെന്നും ക്വാറിയിൽ നിന്ന് കല്ലുകൾ തെറിച്ച അപകടങ്ങൾ സംഭവിക്കുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇത്രയും കാലത്തെ ക്വാറിയുടെ പ്രവർത്തനത്തിൽ തന്നെ നിരവധി നാശനഷ്ടങ്ങളാണ് ഇവിടുത്തെ വീടുകൾക്ക് സംഭവിച്ചിട്ടുള്ളത്. കൂടാതെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പനംകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ചുമരുകൾക്കും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. കിള്ളിമംഗലം 7-ാം വാർഡിൽ തന്നെ നിരവധി ക്വാറികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെയെല്ലാം പരിണിത ഫലമായി നാശനഷ്ടങ്ങൾ മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഭവിക്കാനാകുന്നത്. കിള്ളിമംഗലം പ്രദേശത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ നാശനഷ്ടങ്ങളെക്കുറിച്ച് അറിയുന്നതിനും ഹൈക്കോടതിയിൽ നിന്ന് കമ്മീഷനെ നിയമിക്കണമെന്നും ജനങ്ങൾക്ക് സ്വൈരമായി ജീവിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരണം എന്നുമാണ് പ്രദേശവാസികളുടെ ഒറ്റക്കെട്ടായ ആവശ്യം. ഇപ്പോൾ ഈ അനുമതി ഉണ്ടെന്ന് പറയുന്ന ക്വാറിയുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു കമ്മിറ്റി എന്നുള്ള നിലയ്ക്കും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലുള്ളൊരു പനംകുന്നത്താവ് ഭഗവതി ക്ഷേത്രം വളരെ കാലം മുമ്പേ തന്നെ ഉള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ ഈ ക്വാറി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഈ അമ്പലത്തിന് വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടയാളങ്ങൾ ഇപ്പോഴും കാണാം. അപ്പോൾ അതിനുശേഷം അത് പുനരുദ്ധാരണം ചെയ്ത് ക്ഷേത്രമൊക്കെ നേരെയാക്കിയിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു പ്രശ്നം കൂടി ഈ സമയത്ത് നമുക്ക് ഉയർത്തി കാണിക്കാനുണ്ട്. അപ്പോൾ അത് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് മുഴുവൻ വളരെ വലിയൊരു ഭീഷണി എന്നുള്ള നിലയ്ക്കാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല എല്ലാവർക്കും വ്യാപകമായ ഒരു പ്രതിഷേധവും നിലനിൽക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു വളരെ ഭീതിയോടുകൂടിയാണ് ഈ ഒരു സാങ്കേതിക അനുമതി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി ഉണ്ട് എന്ന് പറയുന്ന ഈ ക്വാറിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്.
നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെയധികം പ്രളയം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു കാലാവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ പറയുന്ന പ്രദേശത്ത് തന്നെ ഒരുപാട് ഈ പറയുന്ന കോറികളും ഒക്കെ ഖനനം ചെയ്ത് വളരെ വലിയ രീതിയിലുള്ള കുഴികളും ഗർത്തങ്ങളുമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. കുറേ കോറികൾ കുറേ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെയൊക്കെ വലിയ വലിയ ഗർത്തങ്ങളാണ് നിലനിൽക്കുന്നത്. അതിലൊക്കെ വെള്ളം അടിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോഴും ഈ പറയുന്ന അനുമതിയുള്ള കോറി എന്ന് പറഞ്ഞ കോറിയിലും ഞങ്ങൾ പോയി നോക്കുമ്പോൾ വളരെ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ പ്രളയം വരാനുള്ള സാധ്യത കൂടി ഇനിയും ഈ ഭൂമി ഈ തരത്തിൽ താഴ്ത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള പാരിസ്ഥിതിക പ്രശ്നം കൂടി ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് തയ്യാറാവണം. ജനങ്ങളുടെ ആവശ്യം എന്നുള്ള നിലയ്ക്ക് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, LDF ഭരണസമിതി, ഇവിടുത്തെ മെമ്പർ അടക്കമുള്ള ആളുകൾ ഇതിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന് ഒരു ആത്യന്തികമായ പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഈ കോറിയുടെ ലൈസൻസ് റദ്ദ് ചെയ്യണം. അതിന് വേണ്ട കാര്യങ്ങളുമായിട്ട് മുമ്പിലേക്ക് പോകണം. ആ തരത്തിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനം ഉണ്ടായില്ലെങ്കിൽ BJPയുടെ ഭാഗത്തു നിന്നും വളരെയധികം ശക്തമായ പ്രതിഷേധ പരിപാടികളും സമരപരിപാടികളും നിയമപരമായ പരിപാടികളും ആസൂത്രണം ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെയും കൂട്ടായ തീരുമാനം. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്ത് കുടിവെള്ളം ഊറ്റിക്കൊണ്ടു പോകുന്നവർക്കെതിരായും BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. 2014-15 വർഷത്തിലാണ് ഈ കോറി ജനങ്ങൾക്ക് മൊത്തം ബുദ്ധിമുട്ടായിട്ട് ഇത് നിർത്തിയത്. ഇത് വീണ്ടും തുടങ്ങുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഭീതിയിലായിരിക്കുകയാണ്. ഈ ഒരു 2-3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 6 കോറി ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഈ 7ാം വാർഡിൽ 6 കോറി ഉണ്ട്. ഇനിയും കുടിവെള്ള പദ്ധതി വരാൻ പോകണു. എല്ലാ ഇതും കൂടി വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ മൊത്തം ദുരിതത്തിലാവും. അപ്പോൾ ഹൈക്കോടതി ഒരു കമ്മീഷനെ വെച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്നിട്ട് മാത്രമേ ആ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ഇവിടുത്തെ ഒരു നാട്ടുകാരനെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാമചന്ദ്രൻ, സെക്രട്ടറി രാജൻ, മണ്ഡലം സെക്രട്ടറി ഗണേഷ്, മണ്ഡലം ട്രഷറർ കൃഷ്ണൻകുട്ടി, തെഞ്ചേരി രാധാകൃഷ്ണൻ, പ്രമോദ്, രാജേഷ്, വിനീത് എന്നിവർ കോറി പ്രവർത്തനത്തിന് എതിരായുള്ള തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഹൈക്കോടതി ഒരു കമ്മീഷനെ വെച്ച് ഇവിടുത്തെ ഈ കാര്യങ്ങൾ ഒന്ന് പുനഃപരിശോധിക്കാനായിട്ടുള്ള ഇടപെടലുകൾ പാഞ്ഞാൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അവരത് വാക്കാൽ പറഞ്ഞാൽ പോരാ, എത്രയും പെട്ടെന്ന് അവരത് പ്രാവർത്തികമാക്കണം എന്നുകൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. വേറെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇതുപോലെ ജനങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ള ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്യുന്നതിന് പകരം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കാവുന്ന വേറെ എന്തെങ്കിലും ഒരു പരിപാടി ഇതുവരെ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതുവരെ ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ അല്ലെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ ചെയ്യാനായിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. ഇതുപോലെ ജനങ്ങൾക്ക് ഉപദ്രവകരമായ കാര്യങ്ങൾക്ക് ആണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. വേറെ മറ്റ് പല സംഭവങ്ങളും വെള്ളം ഊറ്റുന്ന അതുമായി ബന്ധപ്പെട്ട ബോട്ടിലിംഗ് സംവിധാനങ്ങളൊക്കെ ഈ ഭാഗത്ത് വരുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അതൊക്കെ ഈ ഭാഗത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒട്ടനവധി വരുത്താൻ സാധ്യതയുണ്ട്. കുടിവെള്ളക്ഷാമം പൊതുവെ രൂക്ഷമായി നിൽക്കുന്ന ഈ മേഖലയിൽ ഇതുപോലെ വെള്ളമൂറ്റുന്ന നടപടികൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ബോട്ടിലിംഗ് പരിപാടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ജനങ്ങളെ ദുരിതത്തിലാക്കും എന്ന് നമ്മൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. CC വിനോസ്, പാഞ്ഞാൾ.